നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫുഡ് സ്പെഷ്യലാണ്. നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം മണക്കാടിലെ ചട്ടിക്കണ്ണി എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ്. ഇനി നമുക്ക് അവരെ പരിചയപ്പെടാം. നിങ്ങളുടെ പേരെന്താ? അയാളുടെ പേരെന്താ? അംബിക. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ചില്ലി മസാലയാണ്. നാടൻ സ്റ്റൈൽ. നമ്മുടെ ഒരു സ്പെഷ്യലായിട്ട് നമ്മുടെ സവോള, പിന്നെ നമ്മുടെ എരിവുള്ള നല്ല മുളകുണ്ട്, എരിവുള്ള അതിന് സ്ലൈസ് ആക്കിയിട്ടാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് അതിന്റെ സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മൾ നമ്മുടെ വറ്റു മുളകാണ് സ്പെഷ്യൽ. നമ്മുടെ ഇതിന് അധികം എരിവില്ല, പക്ഷെ ഇതിന് ഒരു പ്രത്യേക ഇതിന്റെ ഒരു അറോമ പ്രത്യേക പിന്നെ നമ്മുടെ ഇത് കുരുമുളകാണ്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കുരുമുളകാണ്, നമ്മൾ കടയിൽ മേടിക്കുന്നതല്ല. നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ഹോം മെയ്ഡ് ആണ്. അപ്പൊ അതിനായിട്ടുള്ള അതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മണം കിട്ടും. പിന്നെ മഞ്ഞളായിക്കോട്ടെ, മഞ്ഞൾ അതുപോലെ തന്നെ മേടിക്കുന്നതല്ല, ഉണക്കി പൊടിക്കണം. നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ യൂസ് ചെയ്യുന്ന എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ ഇതും അതുപോലെ തന്നെയാണ്. നമ്മുടെ മുളക് പൊടിയും അതുപോലെ നമ്മള് മുളക് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ കാശ്മീരി മുളകും പിന്നെ നമ്മുടെ എരിവുള്ള മുളകുണ്ട്, ഇത് രണ്ടും കൂടി നമ്മൾ മേടിച്ചിട്ട് അതിനെ ഉണക്കി ഒരുമിച്ച് പൊടിക്കും. അപ്പൊ നമുക്ക് കളറും കിട്ടും, നല്ല എരിവും കിട്ടും. അതായത് നമ്മള് ചിലപ്പോ ഒരു എരിവുള്ള ഒരു മുളക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ കളർ ഇടാൻ വേണ്ടി കൂടുതൽ ഇടും. അപ്പൊ ആ സമയത്താണ് കൂടുതൽ സ്പൈസ് ആയിട്ട്. കാശ്മീരി ഇടാണെങ്കിൽ നമുക്ക് കളർ മാത്രമേ ആ എരിവ് കിട്ടും. കയ്യിലൊക്കെ നമ്മൾ ചിലപ്പോൾ ചില ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മള് കാണാറുള്ളത് ചുമന്ന അതുപോലെ ഉണ്ടാവില്ല. രണ്ടും കൂടി മിക്സ് ആവുമ്പോൾ കറക്റ്റ് ഒരു മിക്സർ ബാലൻസ് ആവും. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ നമ്മുടെ മീറ്റ് മസാലയാണ്. മീറ്റ് മസാല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ അതിനകത്ത് ഉള്ളത് ഈ ഏലക്ക, ഗ്രാമ്പ്, പട്ട, പിന്നെ നമ്മുടെ ബേ ലീവ്സ് എന്ന് പറയുന്നത് അത്, പിന്നെ കുറെ നമ്മുടെ ഈ പെരുംജീരകം, ഇതൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി നമ്മൾ ഉണക്കി നല്ലോണം പൊടിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് നമ്മുടെ മീറ്റ് മസാല. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നതിനകത്ത് വിനാഗിരിയാണ്. നമുക്കൊരു നല്ല ഒരു ചെറിയൊരു പുളിയുള്ള ടേസ്റ്റ് കിട്ടാനായിട്ട് ആക്ച്വലി നമുക്ക് ബീഫിൽ പുളി ഇടാൻ പറ്റില്ല. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ടാങ്കി ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇതാകുമ്പോൾ വിനാഗിരി ആകുമ്പോൾ ചെറിയൊരു നമുക്ക് നല്ലൊരു എന്താ പറയുക, നമ്മുടെ ഹിന്ദിയിലൊക്കെ ചട്പട്ടാന്ന് പറയും, ആ ഒരു സ്റ്റൈലിലായിരിക്കും. അതുപോലെ നല്ല വരട്ടി നമുക്ക് എടുക്കാനായിട്ട്. ഇതൊക്കെ ശരിക്കും ആക്ച്വലി അമ്മയും കൂടി പറഞ്ഞു തന്നിട്ടുള്ള ഒരു ആളിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരനെ ആക്ച്വലി ഇത്തിരി ഇങ്ങനെ ക്യാമറ ഷൈ ആണ് അത് കണ്ടപ്പോ തോന്നി എനിക്ക്. വീട്ടിലിങ്ങനെയല്ല കേട്ടോ, വീട്ടില് ഭയങ്കര ആക്റ്റീവ് ഇതൊക്കെയാണ് ആള്. ഫുള്ള് നമുക്കൊരു കോഴിക്കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കോഴി മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അത് കോഴിക്കറി ഉണ്ടാക്കി അങ്ങ് അത്രയും സ്പീഡ്. ഞാൻ വരെ ആശ്ചര്യപ്പെടുന്നത് ഇത്രയും സ്പീഡിൽ എങ്ങനെയാണ്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് എല്ലാവരും ഒരു കൈപ്പുണ്യം എന്ന് പറയുന്നത് അതല്ലേ. ശരിക്കും പുള്ളിക്കാരത്തി തന്നെ മൈമയാണ്. അമ്മ എങ്ങനെയാ കുക്കിംഗ് ഒക്കെ പഠിച്ച? ഇത് ഫാമിലി തോടാണോ അതാ മോൻ മാത്രം? വീട്ടിൽ നിന്ന് പഠിച്ചതാണ്. ഇൻട്രസ്റ്റഡ് ആണോ എല്ലാത്തിനും? അപ്പം മോനെ ഇൻവോൾവ് ചെയ്യാൻ കാരണം മോന് ഇൻട്രസ്റ്റ് ആയിട്ടാണോ? അത് ഇൻട്രസ്റ്റ് ആണോ? ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. ചൂടായി കിട്ടാനായിട്ട് ഇത്തിരി കഴുകി എടുത്തിട്ട് ഇത്തിരി വെള്ളമൊക്കെ നമ്മൾ തുറച്ചെടുത്തെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവും. എണ്ണ ഒഴിക്കുമ്പോൾ ഇപ്പൊ നമ്മള് എണ്ണ ഒഴിക്കാൻ പോകണം. ഈ ഫുൾ ബോട്ടിലാണ് ഒഴിക്കാൻ പോണത്? അല്ലല്ല, നമുക്ക് അധികം നമ്മള് ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ടൊരു ഫുഡ്. എണ്ണ എന്ന് പറയുന്നത് നമുക്ക് ഈ സാധനങ്ങൾ കാഴ്ചയെടുക്കാനും നമ്മുടെ മസാല ഒക്കെ നല്ലോണം വരട്ടിയെടുക്കാനാണ്. അതിൽ എണ്ണ കൂടുമ്പോൾ എന്ത് വരുന്നത്, നമ്മൾ ഈ കറിയുടെ മുകളിൽ എങ്ങനെ എണ്ണ കെട്ടിയിരിക്കും. നമ്മൾ കുറെ ചില കറികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, എണ്ണ മുകളിൽ കെട്ടിയിരിക്കും. അത് പാടില്ല. ഇത് എണ്ണ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നമ്മുടെ മസാല ഒക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ നമ്മുടെ ഈ സവോളയും ഈ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഇത് ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ചതച്ചാണ് എടുക്കുന്നത്. നമ്മൾ ഇതിനകത്ത് നല്ലോണം ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് മൊരിഞ്ഞ് കിട്ടാണ്
അതിന്റെ ഒരു മസാല പിടിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയാം, നമ്മുടെ മസാലയാണ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരു മസാല ശരിക്കും റെഡി ആകുന്ന അറിയണത് എങ്ങനെയാണെന്ന് അറിയാം. അത് നമ്മൾ ഈ മസാല ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അതിന് എല്ലായിടത്തും കുറെ എണ്ണ ഉണ്ടാവും. അത് കുറച്ച് പച്ചയായിട്ടിരിക്കും. പക്ഷെ ശരിക്കും ഒരു മസാല ശരിക്കും പിടിച്ചെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് റെഡി ആയെന്ന് അറിയുമ്പോൾ ആ മസാലയിൽ നിന്ന് എണ്ണ പിടിക്കും. അപ്പോഴാണ് കറക്റ്റ് മസാല റെഡി ആയത്. അപ്പൊ പിന്നെ നമുക്ക് ഇത് ചെയ്യാം. അതാണ് അമ്മയുടെ ഇൻസ്ട്രക്ഷൻസ്. കുറച്ച് കടുക്, 2 കിലോ ബീഫാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് പൊട്ട് നമ്മൾ പൊട്ടിച്ചാണ്. സ്പൈസ് അക്കോർഡിംഗ് ടു ടേസ്റ്റ് അല്ലേ? സ്പൈസ് അക്കോർഡിംഗ് ടേസ്റ്റ്. ഇൻസ്ട്രക്ഷൻസ് ഫുൾ. നമ്മളിപ്പോ ഉപ്പാണ് ഇടാൻ പോകുന്നത്. മുളക് പൊടിയാണ്. മുളക് പൊടിയും ആവശ്യത്തിന് മതിട്ടോ. ആവശ്യം നമുക്ക് എരിവിനനുസരിച്ച് നമ്മൾ എത്ര കൺസ്യൂം ചെയ്യണ. അതെ അതെ. അതായത് നമ്മളിപ്പോ ഞാനിപ്പോ ഈ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ട് ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോ അവർക്ക് പറ്റിയെന്ന് വരും. ബീഫ് എല്ലാരും സ്പൈസി അല്ലേ? പക്ഷെ നമ്മളിപ്പോ ഇതിനകത്ത് അധികം ഇത് ഇടാന്ന് പറയുമ്പോ ഇതിനകത്ത് ഇത് കൂടാണ്ട് നമ്മുടെ മീറ്റ് മസാല ഇതിനകത്ത് കുരുമുളക് ഉണ്ട്. ഈ ഒരു കുരുമുളക് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുണ്ടാക്കിയാണ്. അപ്പൊ മിക്സർ ഇല്ല. അപ്പൊ അതിനായിട്ടുള്ളൊരു എരിവുണ്ട്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഈ മസാല കൂട്ടൊക്കെ പുള്ളിക്കാരത്തിയാണ് കേട്ടോ. അമ്മയാണ് ഇതിന്റെ മെയിൻ ആള്. നമുക്കൊരു 2 സ്പൂൺ ഇടാം. ഇനിയാണ് നമ്മുടെ മാസ്റ്റർ പീസ് ആക്കുന്നത് നമ്മുടെ ഗരം മസാല. ഇതും നമ്മുടെ വീട്ടിൽ പൊടിച്ച് തന്നെയാണ്. അതും ആൾ തന്നെയാണ് ഇതിന്റെ എക്സ്പേർട്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നതാണ് നമ്മുടെ വേറെ വിനീഗർ പറയും. അതാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. പക്ഷെ ഇത് ഇടുമ്പോ ഒന്ന് മൂക്ക് പോക്കണം. അല്ലെങ്കിൽ സ്മെല്ലിന്റെ അല്ല, നമ്മൾ പെട്ടെന്ന് നമ്മൾ ശ്വസിക്കുമ്പോഴേ തുമ്മൽ വരാം. അല്ലെങ്കിൽ അതിന്റെ ഒരു പെട്ടെന്ന് ഇത് വരും.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഇത് പാടില്ല, എണ്ണ കെട്ടിയേക്കാൻ പാടില്ല. ഇപ്പൊ ഇത് കണ്ടോ, ഇതിനകത്ത് ഒട്ടും ഡ്രൈ ആയിരിക്കണം. അതിനകത്ത് ഒട്ടും എണ്ണ അധികം ഇല്ല. എണ്ണ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കണം. അതെ, ഒന്നാമത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ചാണെങ്കിലും നമ്മുടെ ആരോഗ്യം നോക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മള് കാശ് നമ്മൾ നോക്കണം. നമ്മള് ലാഭം നമ്മള് കിട്ടലില്ലാന്നില്ല, പക്ഷെ എന്താന്ന് പറയാ, നമ്മളിപ്പോ ഇത് കഞ്ഞി അടക്കം നമ്മൾ കൊടുക്കാൻ പോകുന്നത് 70 രൂപയ്ക്കാണ്. ബീഫ് കഞ്ഞി അടക്കം നമ്മൾ 70 രൂപയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളിപ്പോ കാശ് നോക്കിയിട്ടാണെങ്കിൽ എത്രയും നമ്മൾ സാധനങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാത്രമാണ്. പക്ഷെ നമുക്ക് ഒരു ആൾക്കാർക്ക് നമ്മൾ ഒരു ഭക്ഷണം നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഹാപ്പിനെസ് നമുക്ക് അത് മാത്രമല്ല, നമുക്കറിയാം നമ്മളാരും പറ്റിക്കുന്നില്ല. അത് മാത്രമല്ല നമ്മൾ ഒരു ആർക്കായിക്കോട്ടെ ഈ ഒരു ഭക്ഷണം നമുക്ക് നമ്മള് ഒരു സ്വാദിഷ്ടമായിട്ട് നമുക്ക്, എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഭക്ഷണ പ്രിയനാണ്. ഇപ്പൊ എന്നെ കണ്ടറിയാം. പണ്ട് ഞാനിങ്ങനെ ആയിരുന്നില്ല. ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ടാണ് ഇത്രയും വെയിറ്റ് ഗെയിൻ ചെയ്തത്. ആ ഒരു ഇത് ഇതിപ്പോ ഇനി നമ്മൾ ഇടാൻ പോണത്, നമ്മള് എല്ലാവരും ചെയ്യുന്നത് നേരെ അങ്ങോട്ട് ബീഫ് ഇടാനാണ്. നമ്മള് പക്ഷെ ഇനി ഇടാൻ പോകുന്നത് ബീഫ് അല്ല, അതിന്റെ സൂപ്പാണ്, സ്റ്റൂ മാത്രമായിട്ട്. പീസകളൊക്കെ വീഴും, അതൊക്കെ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഈവൻലി മിക്സ് ആക്കാൻ. വരട്ടിയിട്ട മസാല ഈ ചാറ് പിടിക്കണം. ചാറ് പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ ചാറ് വറ്റാനാവുമ്പോൾ നമ്മൾ ഈ ഇതിനകത്തുള്ള ബീഫ് നമ്മൾ ഇതിനകത്തേക്ക് ഇടും. അപ്പൊ അതിനുള്ളൊരു ഗുണം എന്ന് പറയുമ്പോൾ അതിനകത്ത് നേരത്തെ നമ്മൾ ഈ ബീഫ് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കണമെന്ന് പറയുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇത് ഓൾറെഡി നമ്മൾ ഇട്ടിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചേക്കാണ്. അപ്പൊ അതിനകത്ത് ഓൾറെഡി അതിന്റെ സത്ത് ഉണ്ട്. അപ്പൊ ഇതും കൂടി മിക്സ് ആവുമ്പോൾ പിന്നെ ഇതിട്ട് നമ്മൾ നല്ലോണം വരട്ടിയെടുക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. പറയുമ്പോൾ നമ്മള് എന്താ പറയാ, നമ്മള് വായിക്കാത്ത വെള്ളം ആ ഒരു സംഭവമാണ്. ഈ ഷോപ്പിന്റെ സ്പെഷ്യൽ എന്തൊക്കെയാ? ജസ്റ്റ് ബീഫ്? അല്ലല്ല, ഈ ഷോപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കഞ്ഞിയാണ്. ചട്ടിക്കഞ്ഞി എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. അപ്പൊ നമ്മുടെ കഞ്ഞിയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ ഒരു സ്റ്റൈലിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കാൻ പോണതെന്ന് പറയുമ്പോൾ നമ്മൾ ചട്ടിയിലാണ് അപ്പൊ ഇതാണ് നമ്മുടെ ചട്ടി നമ്മൾ കൊടുക്കാം. ഇതാണ് നമ്മുടെ കഞ്ഞിക്കുള്ള ചട്ടി. ഇതെന്ന് പറയുമ്പോൾ ഇതിന് 2 സൈസ് വ്യത്യാസം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, കഞ്ഞി നമ്മൾ ഇതിനകത്ത് കഞ്ഞി മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ അതിന്റെ വേറൊരു സെറ്റ് നമ്മൾ പ്ലേറ്റ് ഉണ്ടാവും. അതിനകത്ത് നമ്മുടെ പപ്പടം ഉണ്ടാവും, തോരനുണ്ടാവും, പിന്നെ എന്താ പറയുക ഒരു പയറിന്റെ ഇത് ഉണ്ടാവും, കറി അല്ലെങ്കിൽ നമ്മുടെ തോരൻ പോലെ ഉണ്ടാവും, പിന്നെ നമ്മുടെ കൊണ്ടാട്ട മുളക് ഉണ്ടാവും, പിന്നെ നമ്മുടെ അച്ചാർ. പിന്നെ സൈഡിൽ നമുക്ക് ചാറായിട്ട് നമ്മൾ ഇപ്പൊ മീൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മീൻ ചാറുണ്ടാവും. അത് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നില്ല. പിന്നെ സാമ്പാറും ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ അത്രയും വെറൈറ്റി നമ്മൾ വെറും 40 രൂപ കൊടുക്കണം. നമ്മൾ വെറും 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ പുറത്ത് എങ്ങനെയിപ്പോ കഴിക്കാൻ ഞാൻ വേറെ ആരെയും ഇതാക്കണമല്ല, പക്ഷെ നമുക്ക് ചെലവാവണുണ്ട്. പക്ഷെ അത്രയും നമുക്കുള്ളൊരു ഇത് എന്താ പറയാ, ലോസും ആവണില്ല, അധികം പ്രോഫിറ്റും ഗെയിൻ ആകുന്നില്ല. പക്ഷെ യെസ്, ഒബിയസ്ലി നമുക്ക് നമ്മൾ പ്രോഫിറ്റ് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ബിസിനസ് ആണെങ്കിലും ചെയ്യണത്. പക്ഷെ നമുക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടില്ലെങ്കിലും നമ്മളിതൊരു എന്താ പറയുക, ഒരു ടേസ്റ്റ് നമ്മൾ അറിയാതെ നമ്മുടെ നാട്ടിലെ ഒരു ആൾക്കാർക്ക് എന്താ പറയുക എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ളൊരു ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചട്ടി കഞ്ഞിയാണെങ്കിൽ അതിന് 70 രൂപയാവും ബീഫ് അടക്കം. 40 രൂപ കഞ്ഞിയും, പിന്നെ 70 രൂപ ഇല്ല, 70 രൂപീസ് ബീഫിനല്ല നമ്മൾ മേടിക്കുന്നത്. നമ്മൾ 2 അടക്കമാണ് 70 രൂപ മേടിക്കുന്നത്. എന്നാൽ 30 രൂപ മാത്രമാണ് നമ്മൾ ബീഫിന് മേടിക്കുന്നത്. നമ്മൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ 30 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ 40 രൂപയ്ക്ക് നമുക്ക് കഞ്ഞി, 30 രൂപയ്ക്ക് ബീഫ്. അപ്പൊ ഒരാൾക്ക് ഒരു നേരം കൂട്ടാനുള്ള ഒരു ആവശ്യത്തിനുള്ള ഒരു ബീഫ് ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കണം. അങ്ങനെ ചട്ടി ചോറാണെങ്കിൽ നമുക്ക് അതിനകത്ത്
നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു 50 രൂപയ്ക്ക് നമ്മൾ ചട്ടിച്ചോറ് കൊടുക്കും. പിന്നെ പ്ലസ് 30 രൂപ ആണെങ്കിൽ നമ്മൾ ബീഫും കൊടുക്കും. പിന്നെ ബീഫ് അല്ലാണ്ട് നമുക്ക് എങ്ങനെ ചിക്കൻ വേണമെങ്കിൽ സെയിം അതേ റേറ്റ് ആണ്, 30 രൂപ. ബീഫും ചിക്കനും 30 രൂപയാണ് പ്ലേറ്റ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ മീൻ വറുത്തത് എടുക്കുകയാണെങ്കിൽ മീൻ വറുത്തതിന് 20 രൂപ. അതാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ചട്ടി കഞ്ഞിയാണെങ്കിൽ 60 രൂപ, പിന്നെ ചോറാണെങ്കിൽ 70 രൂപ. ഇതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കോംബോ ഉണ്ട് നമ്മുടെ. ഇപ്പോൾ ചട്ടി കഞ്ഞിയാണെങ്കിൽ അതിന് 100 രൂപ. 100 രൂപ എന്നിട്ട് നമുക്ക് ബീഫ്, പിന്നെ നമ്മുടെ ചിക്കൻ, മീൻ വറുത്തത്, ഇത് 3 in 1. ഇത് 3. പിന്നെ ബാക്കിയുള്ള നമ്മുടെ സെറ്റും ഉണ്ടാവും. ഇവിടെ ഞാൻ പറഞ്ഞ തോരനും പിന്നെ പപ്പടവും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ഇത് ചട്ടിച്ചോറാണെങ്കിൽ 110 രൂപ. ഐ തിങ്ക് 110 രൂപയ്ക്ക് 3 ഐറ്റം ഇതൊക്കെ നോട്ട് സോ എക്സ്പെൻസീവ് റേറ്റ് ലെവൽ. അതുമല്ല ഇത് എന്താണ് നമ്മുടെ ചോറ് ഇതൊക്കെ നമ്മുടെ അൺലിമിറ്റഡ് ആണ്. ഏകദേശം നമ്മുടെ ഇത് കണ്ടോ, നമ്മൾ ഗ്രേവി തിക്ക് ആയിട്ടുണ്ട്. ഗ്രേവി ഇപ്പൊ നമുക്ക് തിക്കായി വരണ്ട. ബബിൾസിന്റെ ഇത് കണ്ടോ, നേരത്തെ എന്ന് പറയുമ്പോൾ നല്ല വാട്ടർ ഇപ്പൊ നമുക്ക് നല്ല പ്രോസസ് ഉണ്ട്. നമുക്ക് നല്ല സമയം എടുക്കും. പക്ഷെ സമയം എടുത്താലും നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടൊരു സംഭവം കഴിക്കാൻ പറ്റും. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ മാത്രമുണ്ട് നമ്മൾ ഇത്രയും എന്താണ് പേഷ്യന്റ് ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് പുറത്തൊക്കെ നമ്മളിപ്പോ ഞാനിപ്പോ യൂറോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിൽ തന്നെ ആയിക്കോട്ടെ. അവിടെയൊക്കെ ദുബായിൽ പിന്നെ കുറച്ചും കൂടി ഉണ്ട് അവരുടെ പ്രോസസ്സ് എന്ന് പറയാം. പക്ഷെ യൂറോപ്പിലൊക്കെ പോയിരുന്നപ്പോൾ ആ സമയത്ത് അവര് നമ്മൾ ഇത്രയും പ്രിപ്പയറൊക്കെ ചെയ്യില്ല, അത്രയൊന്നും ഇല്ല. അവരുടെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, അവരുടെ കൂൾ റീജൻസ് ആണ്. അവരുടെ എല്ലാ ഐറ്റംസിലും നെയ്യുണ്ടെങ്കിൽ അവർ കൂടുതലും ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ മട്ടൺ ആയിക്കോട്ടെ. മട്ടനാണ് അവിടെ ഏറ്റവും കൂടുതൽ. എപ്പോഴാ പോയാലും നമുക്ക് മട്ടൺ നമ്മൾ ആ ഒരു ടേസ്റ്റ് കമ്പൽസറിയാണ് അവരുടെ ഒരു സ്റ്റൈലൊക്കെ. പിന്നെ ബീഫൊക്കെ കിട്ടും, പക്ഷെ റെയറാണ്. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ബീഫിന്റെ ടേസ്റ്റ് ഒരിക്കലും ഒരു കിട്ടൂല. ഞാൻ എല്ലായിടത്തും ട്രൈ ചെയ്തിട്ടുണ്ട്. ദുബായിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ യൂറോപ്പിലായിക്കോട്ടെ, അസർബൈജാൻ, ബാക്കു, അല്ലെങ്കിൽ Lhasa. Lhasa is like just 130 kilometers from Russia. 130 kilometer മാത്രമാണ് റഷ്യയിൽ ദൂരമുള്ളത് ലാസ. ആ ഒരു സ്ഥലത്ത് ഒക്കെ പോയിട്ട് പക്ഷെ ഈ ഒരു ടേസ്റ്റ് അവരുടെ നാട്ടിലൊരു ടേസ്റ്റ് കിട്ടില്ല. അവർ വളരെ സിമ്പിൾ മെത്തഡാണ്. അത്രയും അവരെ തണുപ്പുണ്ടല്ലോ, അപ്പോൾ അവർ നെയ്യാണ് കൂടുതൽ കഴിക്കുന്നത്. ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കൂടുതൽ. അപ്പോൾ ഇത് ഗ്രേവി നല്ലോണം തിക്കായിട്ടുണ്ട്. യു ക്യാൻ സീ. അതായത് ഇപ്പോൾ ഡയറക്ട്ലി മട്ടൺ ആഡ് ചെയ്യോ ബീഫ് ആഡ് ചെയ്യോ? ഇപ്പോൾ ഇതിനകത്ത് ഇപ്പൊ ഇനി നമ്മൾ അധികം വെച്ച് കഴിഞ്ഞാൽ അടിപിടിക്കും. ഇത് ഇങ്ങനെ ഒരു പേസ്റ്റ് പരിവായി സൈഡിൽ വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. 2 കിലോ ബീഫ് അല്ലേ ഇത്? 2 കിലോ ബീഫാണ്. കൈ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത്. ഇതിപ്പോൾ ഇത്ര നേരം ഹൈ ഫ്ലെയിമിലായിരുന്നു, ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയോ? ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഈ ഇതിപ്പോൾ ഇതിനെ അതിൻ്റെ വഴിക്ക് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ സമയം നല്ലൊരു ടേസ്റ്റും കൂടും. അതല്ല, ടേസ്റ്റ് കൂടുന്നതിന് മാത്രമല്ല നമുക്ക് അത്രയും നേരം നമ്മൾ ഈ സാധനം നോക്കിയിരിക്കും, നമ്മുടെ വിഷമം കൂടും. വിഷമം കൂടും, നമ്മുടെ ടേസ്റ്റ് കൂടും. അതാണ് സംഭവം. എന്താ പറയാ, നമുക്ക് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും. എവിടെ പോയാലും നമുക്കൊരു ഗ്രീനറി ഇതൊക്കെ. ഞാൻ ജനിച്ചു വളർന്നത് ബോംബെയിലാണ്.
അപ്പോൾ ഞാനും എൻ്റെ അനിയനും അനിയത്തി എല്ലാവരും എൻ്റെ മമ്മി അടക്കം ജനിച്ചുള്ളത് ബോംബെയിലാണ്. ഡാഡി എറണാകുളത്ത് നിന്നായിരുന്നു. പക്ഷെ ആള് ഒരു 80s ആള് ബോംബെയിൽ വന്നു. Then he was there, he was in Tata. And after that he also went to some countries and all. സ്കൂളിംഗ് ആയിക്കോട്ടെ എൻ്റെ ഫുൾ ലൈഫ്, എൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞത് ബോംബെയിലാണ്. മലയാളം എന്ന് പറയുമ്പോൾ മമ്മിയായിട്ട് ഹിന്ദിയാണ്, അനിയനൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മളെ ജനിച്ചു വളർത്തിയതൊക്കെ മലയാളം. എനിക്ക് മലയാളം വായിക്കാൻ അറിയാം, കുറച്ചൊക്കെ എഴുതാൻ അറിയാം. അമ്മച്ചിയാണ് എൻ്റെ പപ്പയുടെ മമ്മി. പുള്ളിക്കാരത്തിയാണ് എന്നെ കൂടുതൽ നോക്കിയത്. 16 വയസ്സ് വരെ ആളെന്നെ ആളുടെ കൂടെ ഞാൻ കിടക്കുള്ളത്. അങ്ങനെയായിരുന്നു. പള്ളിയിലൊക്കെ ബൈബിൾ വായിക്കുക, ഇതൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബോംബെയിൽ വെച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി എന്ന് പറയുമ്പോൾ പിന്നെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് നിങ്ങളുടെ? ലൈക്ക് വൈഫ്? എൻ്റെ വൈഫ്, പിന്നെ എനിക്കൊരു മോളുണ്ട്. ഈസ് 4.5 years old. ഇപ്പോൾ LKG-ലാണ്. ജസ്റ്റ് ഡൺ വിത്ത് ഹർ എക്സാംസ്. അപ്പോൾ ഇനി UKG-ലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു. അപ്പോൾ അത് മേടിച്ചു കൊടുത്തോടെ പുള്ളിക്കാരത്തിൻ്റെ പഠിക്കാനുള്ള പ്രൊമോട്ട് കൊടുത്തു. ഞാൻ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സൈക്കിൾ ഉണ്ട്, ഞാൻ ഇപ്പോൾ ഓടിച്ചോണ്ടിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കൂടപ്പുറത്ത്. എൻ്റെ അനിയനാണ്, ഡീനസ് ആണ് അവൻ്റെ പേര്. ഞങ്ങൾ രണ്ടുപേരും കൂടി 7 വയസ്സിന് വ്യത്യാസമുണ്ട്. അത് എല്ലാ കുരുത്തക്കേടും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് വെച്ച് അപ്പൻ്റെ വണ്ടി എടുത്തുപോയി കാർ ആക്സിഡന്റ് ആയിരുന്നു. ആ സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്ത് ക്രൈമിനാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും നമ്മുടെ ഈ ഹോട്ടലിലും ഇവനെ ബാംഗ്ലൂരിൽ ജോലി ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ എല്ലാം വിട്ടത് വന്നവനാണ്. ഇതെൻ്റെ വൈഫ്. പറയുമ്പോൾ ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അത് പറയുന്ന പോലെ തന്നെ എല്ലാം ഇട്ടെറിഞ്ഞ് എൻ്റെ കൂടെ വന്ന ആ സമയത്ത് ഒന്നും പിന്നോട്ട് നോക്കാണ്ട് എൻ്റെ കൂടെ ഇറങ്ങി വന്നൊരു പെണ്ണാണ്. ഇതാണ് എൻ്റെ മോള്. ഇതാണ് നമ്മുടെ വീട്ടിലെ കാന്താരി മോളെ കാണാം. ഇപ്പോൾ LKG ആയിരുന്നു. ഇപ്പോൾ ഉള്ളത് LKG കാണും. ഇപ്പോൾ UKG-ലേക്ക് ഇപ്പോൾ എക്സാം കഴിഞ്ഞുള്ളൂ. പിന്നെ ഇത് ഇതെൻ്റെ മദർ-ഇൻ-ലോ ആണ്. പക്ഷേ അമ്മയാണ് ഞാൻ വിളിക്കുന്നത്. അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത്. പുള്ളിക്കാരത്തെ അതുപോലെ തന്നെയാണ്. എനിക്ക് വേണ്ടി ഞാൻ എത്ര മണിക്ക് ഞാൻ വല്ലയിടത്ത് പുറത്ത് പോയി കാണുമെങ്കിൽ അത് എനിക്ക് വേണ്ടി കാത്തിരിക്കും. ഭക്ഷണമൊക്കെ എടുത്ത് എല്ലാം ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫാമിലി. എൻ്റെ ഡാഡിയും മമ്മി ആക്ച്വലി ഇവിടെ ഇല്ല, അവർ പുറത്താണ്. അവരുണ്ടായിരുന്നെങ്കിൽ അവരും കൂടി ഒന്ന് പരിചയപ്പെടുത്തായിരുന്നു. ഇറച്ചി വേവിക്കന്നെ ആയിക്കോട്ടെ, നമ്മൾ ഇട്ടേക്കുന്നത് ചിലപ്പോൾ ഇത്ര വെള്ളമായിരിക്കും, പക്ഷെ തുറന്നു നോക്കുമ്പോൾ ഇത്ര ഉണ്ടാവും. ഇതിന്റെ മുകളിൽ വെള്ളം ഉണ്ടാവും. അങ്ങനെ ഇറച്ചിയിലുള്ള വെള്ളം ഇറങ്ങണം, ഇറച്ചി സ്ട്രിങ്ക് ആവും. അതാണ് പറ്റുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരട്ടി എടുക്കണമെങ്കിൽ ലോ ഫ്ലെയിം ആക്കി. ഇപ്പം നമ്മൾ കുറച്ചൊന്ന് കൂട്ടിയാൽ നമ്മളിപ്പോൾ 2 കിലോ ബീഫ് ഉള്ള കാരണം നമ്മുടെ ഉരുളി വലുതായിരുന്നു. ഉരുളിയിൽ ഒരു 4 കിലോ ബീഫ് കൊള്ളും സുഖമായിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഇത്തിരി ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുകയാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മസാല ഒക്കെ നല്ലോണം ഇപ്പോൾ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല ഒക്കെ നമുക്ക് നല്ലോണം പിടിച്ച് തുടങ്ങിയിട്ട് ഇപ്പം ഇനി ഇതിനെ നമ്മളൊരു പ്രോസസ്സ് നടത്തി ഇങ്ങനെ വരട്ടി എടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ സംഭവം then you can taste it. ഇതിപ്പോൾ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, നേരെ എടുക്കുന്ന ഒരു സാധനം. എന്ന് പറയുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ ഞാൻ ഉണ്ടാക്കും. നമ്മുടെ ചിക്കൻ്റെ അകത്തുള്ള വെള്ളം തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇറച്ചിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഇറങ്ങി അതിൻ്റെ വെള്ളത്തിൽ തന്നെ അത് കുക്കും. അപ്പം അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ പച്ചവെള്ളം ഒഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതിനകത്ത് കിടന്നതിന് വരണ്ട് അത് ഇത് ഇത്ര സമയം എടുക്കത്തില്ല. ഇപ്പൊ കോഴിയിറച്ചി അറിയാലോ, പെട്ടെന്ന് വേവും. അതൊരു നല്ലോണം പെട്ടെന്ന് മസാലയും പിടിക്കും. ഒരു മണമൊക്കെ കിട്ടി തുടങ്ങിയിട്ടോ. നല്ല മണം. ഇത് ഗാർണിഷിംഗ് അല്ല, ഇത് ഗാർണിഷിംഗ് ഒരു ലാസ്റ്റ് ആയിരിക്കും. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ അരോമയ്ക്ക് വേണ്ടിയാണ്.
വെള്ളം നോക്കി നേരത്തെ എത്ര വെള്ളം ഉണ്ടായിരുന്നു, എല്ലാം ഇതായിട്ടുണ്ട്, അബ്സോർബ് ആയിട്ടുണ്ട്. അബ്സോർബ് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പിടിക്കാൻ ആ ഒരു ചാർ നമ്മുടെ ഇറച്ചിയിൽ പിടിച്ചെന്നുള്ളൊരു തെളിവാണത്. ശരിക്കും നമ്മുടെ ഇറച്ചിയിൽ അതിന്റെ ആ ചാറ് ഇറങ്ങി ആ ഒരു ഫ്ലേവർ ഇതിനകത്ത് കറക്റ്റ് മസാല കറക്റ്റ് ആയിട്ട് പിടിച്ചെന്നുള്ളൊരു തെളിവാണ്. ഇത് ചെറുതായിട്ട് ഇപ്പൊ കാണാം, ചെറുതായിട്ട് ഒരു എണ്ണ കാണാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ എണ്ണ വിടാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് മസാല ശരിക്കും പോയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചട്ടി നമ്മൾ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ ഇത്രയും മതി, ഈ ഫുള്ള് കഞ്ഞി കുടിക്കാൻ ഇത്രയും മതിയാവും. ഇപ്പൊ നമ്മുടെ ഇനി റെഡി ടു സെർവ് ആണ്, ഇതൊന്നുമില്ല, റെഡി ടു സെർവ് നമ്മുടെ സംഭവം റെഡിയായി. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സോ യമ്മി. Yeah, I can see that. I can smell that, see that. ആര് കഴിച്ചാലും ഇതിനെ ഒരിക്കലും ഇത് ഉള്ളില്ലെന്ന് പറയാം. ഉറപ്പായിട്ട് ഇത് ഒരു പീസ് കഴിച്ചാൽ vegetarians will also start having non-veg. അങ്ങനെ ഞാൻ പറയുന്നില്ല, വളരെ ഇതാണ്. പക്ഷെ എന്നാലും ആരാണെങ്കിലും ഇപ്പൊ ഒരു ഭക്ഷണപ്രിയരായിട്ടുള്ള ഒരാൾക്ക് ഇതെങ്ങാനും കഴിക്കുകയാണെങ്കിൽ they will definitely love it. ഓക്കെ, നമ്മൾ ഇട്ടപ്പോ ബീഫ് എത്ര ഉണ്ടായിരുന്നു? ഇത്ര ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഉണ്ടാക്കി. അപ്പൊ നമുക്കിത് ചെറിയൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചട്ടിക്കഞ്ഞിയുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതെ, ഇപ്പൊ നമ്മുടെ സ്പെഷ്യലായ നമ്മുടെ ബീഫ് റെഡിയാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മോഡല്, നമ്മുടെ ചട്ടിയിലാണ് നമ്മൾ കഞ്ഞി കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇത് തന്നെ ചിരട്ടയുടെ സ്പൂണാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള സെറ്റ്. നമ്മുടെ പയറുണ്ട്, ബീൻസ് തോരൻ, അച്ചാറ്, ചുട്ട പപ്പടം, ഇത് നമ്മുടെ കൊണ്ടാട്ടം. ഇതാണ് നമ്മുടെ. പിന്നെ ബീഫിന് പകരം ബീഫ് വേണ്ടാത്തവർക്ക് ചിക്കനും ഉണ്ട്, പിന്നെ മീൻ വറുത്തതും അവരവർക്ക്. പക്ഷെ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബീഫാണ്, അതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ വെജ് തിന്നവരാണെങ്കിൽ അവർക്ക് സാമ്പാർ വേറെ ഉണ്ട്, പിന്നെ മോര് ഒഴിച്ച് ചിലർ കഞ്ഞി കുടിക്കാറുണ്ട്, അങ്ങനെ അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പൊ ഈ രണ്ട് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ബീഫും കോഴിയും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ മീൻ വറുത്തതിന്റെ കൂടെ മീൻ ചാറ്, അതല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ കഞ്ഞി സെറ്റ് മാത്രമായിട്ട് മേടിക്കുകയാണെങ്കിൽ മീൻ ചാറ് അഡീഷണൽ നമ്മൾ അതിന് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ഒന്നും അതിന് ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മീൻ ചാറും കിട്ടും, സാമ്പാറും കിട്ടും, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കഞ്ഞിയും അൺലിമിറ്റഡ് ആണ്, 40 രൂപ തരണോന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക പിശുക്കൊന്നും കാണിക്കുന്നില്ല. ആർക്ക് എത്ര കഴിക്കണം അത്ര ഒന്നും കഴിക്കാം, ഒരു ഇതുമില്ല. സോ ഐ വോണ്ട് യു ടു ടേസ്റ്റ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ല, മണം നോക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ഉപ്പൊക്കെ ഇതാക്കിയത്. അത് ചെറുപ്പത്തിലുള്ള ഒരു എന്താണ് ഒരു ഞാൻ ഷെഫായിട്ട് പഠിക്കാനായിട്ടൊന്നും ഞാൻ പോയിട്ടില്ല. ചെറുപ്പത്തിലുള്ള ഒരു കഴിവാണ്, ദൈവം തന്നെയാണ് ആ ഒരു രീതി. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉപ്പുണ്ടോ ഇതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും മണത്തിട്ട് എനിക്കെല്ലാം കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ഹാവ് ഇറ്റ്. സീരിയസ്ലി ടു ടേസ്റ്റി. ഞാൻ വായിൽ വെച്ചപ്പോൾ നോൺ വെജ് കഴിക്കാറില്ല, പക്ഷെ എക്സാക്ട്ലി. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര ഹാർഡ് വർക്ക് ആയിട്ടാണ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞത്. സീരിയസ്ലി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ഈ ബീഫായാലും ശരി കഞ്ഞിയായാലും ശരി. ഞാൻ വെജിറ്റേറിയൻ ആയിട്ട് നോൺ വെജ് ആയി മാറിയതാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ ഈ ചട്ടികണ്ണീർ എന്ന് പറഞ്ഞ കടയിൽ മസ്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ വരണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി നമ്മൾ അടുത്ത ഫുഡ് സ്പെഷ്യൽ കാണാം. ബൈ, ടേക്ക് കെയർ. Breaking news Kerala.